ഒരു സംഖ്യയുടെ 30% വർദ്ധിപ്പിച്ചതിനു ശേഷം 30% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ രീതിയിലുണ്ട്. ഒരാളുടെ സാലറി, ശമ്പളം ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു, അതിനുശേഷം ഇത്ര ശതമാനം കുറച്ചാൽ സാലറിയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ വരാറുണ്ട്, ഒരു വസ്തുവിൻ്റെ വില ഇത്ര ശതമാനം ആദ്യം വർദ്ധിപ്പിച്ചു, അതിനുശേഷം ഇത്ര ശതമാനം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയിൽ വരുന്ന മാറ്റം എത്രയാണ്? ഇങ്ങനെയൊക്കെയാണ് ഈ ചോദ്യം സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇത് ശതമാനം എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻസ് ഉണ്ട്. 9% കൂടുതൽ, 90% കൂടുതൽ, 90% കുറവ്, 9% കുറവ്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര വർദ്ധിപ്പിച്ചു, എത്ര കുറച്ചു. ഇവിടെ നോക്കിയാൽ 30% വർദ്ധിപ്പിച്ചു, അത്രയും തന്നെ കുറച്ചു. അതായത് നമ്മൾ ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ തന്നെയാണ്. 30% വർദ്ധിപ്പിച്ചു, 30% കുറച്ചു. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. അതായത് അവസാനം വരുന്നത് എത്ര ശതമാനം മാറ്റമാണ് എന്ന് ചോദിച്ചാൽ എക്സ് ശതമാനമാണ് കൂട്ടുന്നത്, അതുപോലെ എക്സ് ശതമാനം പിന്നീട് കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ചേഞ്ച് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ x²/100% എപ്പോഴും കുറവാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരിക്കലും കൂടുതലായിരിക്കത്തില്ല, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് പകരം നമുക്ക് വന്നിരിക്കുന്നത് 30² ഡിവൈഡഡ് ബൈ 100% കുറവായിരിക്കും. 30² നമുക്ക് 30 × 30 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആൻഡ് 100%. ഇവിടെ എന്ന് പറഞ്ഞാൽ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 × 3 9% കുറവായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരേ ശതമാനമാണെങ്കിൽ, ഒരേ സംഖ്യ തന്നെയാണ്, അത്രയും ശതമാനമാണ് കൂട്ടുകയും അത്രയും ശതമാനമാണ് കുറയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് x²/100 എന്നുള്ളതാണ്. ഇനി ഇതല്ലാതെ മാറി വരാം, ചിലപ്പം ഇവിടെ ഒരേ സംഖ്യ തന്നെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ വേറൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. എന്തായാലും ഇത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 6:20 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? ഓപ്ഷൻസ് ഇതാണ്: 4:40, 5:20, 6:40, 5:40. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ പ്രതിബിംബം കാണുക അല്ലെങ്കിൽ മിറർ ഇമേജ് കാണുക എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്ലോക്കിൽ തന്നെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പ്രതിബിംബം അല്ലെങ്കിൽ മിറർ ഇമേജ് എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, മിറർ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എക്സാം ഹോളിൽ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ അടക്കമുള്ളവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റഫ് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു ക്ലോക്ക് വരയ്ക്കും. ജസ്റ്റ് നമുക്ക് അറിയേണ്ട ടൈം അതിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പേന കൊണ്ടല്ലേ വരയ്ക്കുന്നത്. എന്നിട്ട് മറിച്ചിപ്പുറത്തൂടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിബിംബം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തരുന്ന ടൈമിന് നമുക്ക് എത്രയാണോ സമയം തരുന്നത് അതിന് നമ്മൾ 11:60 നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 11:60 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സമയം 6:20 ആണ്. ഓക്കെ, 6:20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 5:40 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 12 മണിക്കൂറല്ലേ ഒരു ദിവസം? 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 11 മണിക്കൂറും 60 മിനിറ്റും. അതായിരിക്കണം ഈ പറയുന്ന 11:60 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 6:20 മൈനസ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണെന്ന് വെച്ചാൽ മൈനസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് തരുന്ന ചോദ്യം ഇപ്പോൾ 6:20 എന്നാണ് ഈ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മളോട് പറയുന്നത് ചിലപ്പോൾ 11:40 ഇങ്ങനൊരു സമയമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ മെത്തേഡിൽ ചെയ്യുവാണ്. അതായത് 11:60 നിന്ന് 11:40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 20 എന്നുള്ള ഒരു ഡിജിറ്റാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതൊരു ടൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയുള്ള സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? അതായത് 11-നേക്കാട്ടിൽ കൂടിയ സമയം, അതായത് 11 മണിക്ക് ശേഷമുള്ള ടൈമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിവിടെ 12 മണിക്കൂറാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്നത് 24 മണിക്കൂറാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഈ രീതിയിൽ എഴുതും? 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 23 മണിക്കൂറും 60 മിനിറ്റും മൈനസ് നമുക്ക് തന്നിരിക്കുന്ന സമയം 11:40 എന്നുള്ളതാണ്. 11:40 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വരുന്നത് 12:20 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, 11 മണിക്ക് ശേഷമുള്ള ടൈമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 23:60 നിന്നാണ്. അതുപോലെ അതിന് പുറകിലേക്കുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്ത് എഴുതുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. A:B = 1:3, B:C = 4:5 ആയാൽ A:C എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഇതാണ്: 15:4, 4:15, 3:5, 5:3. ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് A:B:C അങ്ങ് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്: A:B എത്രയാണെന്നുള്ളത് ആദ്യം എഴുതുക, 1:3. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് B:C ആണ്. B:C എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതായത് 4:5 ആണ് അത് എഴുതേണ്ടത്.
4:5, അതായത് 3ൻ്റെ നേരെ താഴേക്ക് വേണം B/C സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം എഴുതിയതിൻ്റെ രണ്ടാമത്തേൻ്റെ താഴത്തുനിന്ന് വേണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ A/B എന്ന് പറഞ്ഞാൽ 1:3 നമ്മൾ എഴുതി. അതിനുശേഷം B/C എന്നുള്ളത് ഈ രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനൊരു ഗ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഗ അങ്ങ് എഴുതുക. ക്ലിയർ ആവുന്നില്ലേ? ഇനി എന്താ ചെയ്യുന്നത്, നമ്മളിതാ ഈ കാണിച്ചിരിക്കുന്ന 1 അത് കണക്ട് ചെയ്തിരിക്കുന്നത് to 4ലേക്കാണ്. അപ്പോൾ 1 × 4 എത്രയാണ്? 4 ഇൻറ്റു ഇനി 4 × 3 12 ഈസ്റ്റു പിന്നെ വരുന്നത് 3 × 5 15. ഓക്കെ, അപ്പോൾ A/B/C എന്ന് പറയുന്നത് A/B/C എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 4:12:15. എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ ആദ്യം 1 × 4, ശേഷം 4 × 3, പിന്നെ 3 × 5 ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ A/B/C കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എളുപ്പമാണ് A/C കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ A/C എന്ന് പറഞ്ഞാൽ 4:15. ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നമ്മളോട് ചോദിച്ചിരുന്നത് C/A എന്നായിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ ഏതായാലും 15:4 എന്നായാലും. അതൊരിക്കലും മാറിപ്പോകരുത് കേട്ടോ. അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓപ്ഷൻ A വരെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ B ആണ്, ദാറ്റ് ഈസ് 4:15. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്തുനിന്ന് B/A ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? B/A എന്ന് പറഞ്ഞാൽ 12:4. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കി വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്.